വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. SBI ക്ലർക്ക് ഈ വർഷത്തെ എക്സാമിന്റെ അഡ്മിറ്റ് കാർഡ്, പ്രിലിംസ് എക്സാമിന്റെ അഡ്മിറ്റ് കാർഡ് ഔട്ടായിരിക്കുകയാണ്. നമുക്ക് ഓൾറെഡി എക്സാമിന്റെ ഡേറ്റ്സ് അറിയാമായിരുന്നു. 20, 21, 27, 28 തീയതികളിലായിട്ടാണ് നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുള്ളത്. ഇപ്പൊ എന്തായാലും അഡ്മിറ്റ് കാർഡ് ഔട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ട് എന്നാണ് നിങ്ങളുടെ എക്സാം എന്ന് നോക്കുക. ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മളുടെ മുന്നിലുള്ളൂ. അപ്പോൾ എക്സാം ആയി കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ പ്രിലിംസ് എക്സാം എഴുതാൻ പോകുമ്പോഴാണെങ്കിലും മെയിൻസ് എക്സാം എഴുതാൻ പോകുമ്പോഴാണെങ്കിലും നമ്മളുടെ മനസ്സിലുള്ളൊരു ചോദ്യമാണ്, എത്രയായിരിക്കും കട്ട് ഓഫ് അല്ലെ? ഈ വർഷം എത്രയായിരിക്കും കട്ട് ഓഫ്? ഈ വർഷം ഇത്ര വേക്കൻസി ആണുള്ളത്, അപ്പോൾ എത്രയായിരിക്കും കട്ട് ഓഫ്? നമുക്കൊരു കാര്യം ചെയ്യാം, കഴിഞ്ഞ ഒരു 6 വർഷത്തെ കട്ട് ഓഫ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ എത്രയാണ് നമ്മളുടെ കേരളത്തിന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും, അത് തന്നെ എക്സ് സർവീസിന്റെ ആണെങ്കിലും ഒരുപാട് എക്സ് സർവീസ് ആസ്പിറൻസ് ഉണ്ട് നമുക്ക്. സോ അവരുടെയും കൂടെ കട്ട് ഓഫ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കൂട്ടത്തിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ SBI ക്ലർക്ക് അഥവാ ജൂനിയർ അസോസിയേറ്റ് ക്ലർക്ക് എക്സാം ആണ്. അതുകൊണ്ട് തന്നെ പാൻ ഇന്ത്യ വേക്കൻസി അല്ല, സ്റ്റേറ്റ് വൈസ് വേക്കൻസി ആയിരിക്കും വരിക. ഓരോ സ്റ്റേറ്റിലേക്ക് ഇത്ര വേക്കൻസി എന്നുള്ള രീതിയിലാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. അപ്പോൾ അന്നും നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളുടെ എക്സാമിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്, നമ്മൾ എത്ര കടമ്പ കടക്കണം ഈ ഒരു SBI ക്ലർക്ക് ആകാനായിട്ട്. നമുക്ക് പ്രിലിംസ് ഉണ്ട്, അതിനുശേഷം ഒരു മെയിൻസ് ഉണ്ടാകും, ദെൻ ലോക്കൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ്. നമ്മൾ ഏത് സ്റ്റേറ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നമുക്ക് അറിവുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ ഇനി നമ്മളുടെ എക്സാം പാറ്റേൺ, ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്ന് അറിയണമല്ലോ, എന്നിട്ടല്ലേ നമ്മൾ കട്ട് ഓഫിലേക്ക് വരിക. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇതൊക്കെ അറിയാം, എങ്കിലും തുടക്കക്കാരാരെങ്കിലും ആദ്യമായിട്ട് എഴുതുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് പ്രിലിംസിന് 3 സബ്ജക്റ്റ് ആണ് നമുക്ക് പ്രിലിംസിനുള്ളത്. ഒന്ന് ഇംഗ്ലീഷ്, ദെൻ ന്യൂമറിക്കൽ എബിലിറ്റി, നമ്മളുടെ ക്വാണ്ട്, ദെൻ റീസണിങ് എബിലിറ്റി. അപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ 30 ക്വസ്റ്റ്യനും 30 മാർക്കും 20 മിനിറ്റ് ആണ് സമയം. ദാറ്റ് മീൻസ് സെക്ഷണൽ ടൈമിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, സെക്ഷണൽ ടൈമിംഗ് 20 മിനിറ്റ് മാത്രമേ ഇംഗ്ലീഷിന്റെ 30 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാനും ആൻസർ ചെയ്യാനുമായിട്ട് ടൈം കിട്ടൂ. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ എബിലിറ്റി, നമ്മുടെ ക്വാണ്ട് ആയിരിക്കും. 35 ക്വസ്റ്റ്യൻ 35 മാർക്ക് 20 മിനിറ്റ് ആണ് സമയം. ദെൻ റീസണിങ് എബിലിറ്റി അഗെയിൻ 35 ക്വസ്റ്റ്യൻ 35 മാർക്ക് 20 മിനിറ്റ്. അങ്ങനെ 1 മണിക്കൂറാണ് നമ്മുടെ പ്രിലിംസിന്റെ ടൈം എന്ന് പറയുന്നത്. ടോട്ടൽ 100 ക്വസ്റ്റ്യനും. അപ്പോൾ സെക്ഷണൽ ടൈമിംഗ് ഉണ്ടായിരിക്കും. പക്ഷേ SBI ആയതുകൊണ്ട് തന്നെ നമുക്ക് സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല. ബാക്കി എല്ലാ എക്സാമിനും നമുക്ക് സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട്. അതായത് ഇംഗ്ലീഷിന് ഇത്ര മാർക്ക് വാങ്ങിക്കണം, ക്വാണ്ടിന് ഇത്ര മാർക്ക് മേടിക്കണം, അല്ലെങ്കിൽ റീസണിങ്ങിന് ഇത്ര മാർക്ക് ഓരോ സെക്ഷനും മിനിമം ഉണ്ടായിരിക്കണം എന്ന സെക്ഷണൽ കട്ട് ഓഫ് നമുക്ക് SBIക്ക് ഇല്ല. അപ്പോൾ അത് നമുക്കൊരു അഡ്വാൻറ്റേജാണ്. നമ്മുടെ സ്ട്രോങ് ഏതാണോ ആ ഏരിയ ട്രിപ്പിൾ സ്ട്രോങ് ആക്കുക, ബാക്കി വീക്ക് ആയിട്ടുള്ളതും നിങ്ങൾ മെച്ചപ്പെടുത്തണം. കാരണം ഓവറോൾ കട്ട് ഓഫ് നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. ഓക്കെ, ഇത് പ്രിലിംസിന്. മെയിൻസിലേക്ക് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു സബ്ജക്റ്റും കൂടെ ആഡ് ആകും, അതാണ് നമ്മളുടെ കറണ്ട് അഫയേഴ്സ്. ഓക്കെ, നമുക്ക് റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്, നമ്മുടെ റീസണിങ് തന്നെ അതിൻ്റെ കൂട്ടത്തിൽ കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡും കൂടെ നമ്മൾ സബ്ജക്റ്റിനകത്തിൽ പറയുമെങ്കിലും കമ്പ്യൂട്ടറിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. റീസണിങ് തന്നെയാണ് ചോദിക്കുന്നത്. നമുക്ക് 50 ക്വസ്റ്റ്യനും 60 മാർക്കും. ഇത് ചെയ്യാനായിട്ട് 45 മിനിറ്റുമാണ് നമുക്ക് ടൈം കിട്ടുക. ദെൻ ജനറൽ ആൻഡ് ഓർ ഫിനാൻഷ്യൽ അവയർനെസ്, നമ്മളുടെ കറണ്ട് അഫയേഴ്സ് പ്ലസ് ബാങ്കിങ് അവയർനെസ്, അതിന് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്, ടൈം കിട്ടുക 35 മിനിറ്റ് ആണ്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് QA 50 ക്വസ്റ്റ്യൻ 50 മാർക്ക് 45 മിനിറ്റ്. ദെൻ ഇംഗ്ലീഷ് ലാംഗ്വേജിന് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 35 മിനിറ്റ്. ടോട്ടൽ 190 ക്വസ്റ്റ്യൻ 200 മാർക്ക്, സമയം കിട്ടുക 160 മിനിറ്റ് ആയിരിക്കും. ഇതാണ് നമ്മളുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു കാര്യം, കട്ട് ഓഫ് എത്രയായിരിക്കും? ശരിക്കും കട്ട് ഓഫ് എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒരു ഫാക്ടറിനെ മാത്രമല്ല. ഇപ്പം എല്ലാവരും വിചാരിക്കും വേക്കൻസി മാത്രമാണ് കട്ട് ഓഫ്, അല്ലെങ്കിൽ കട്ട് ഓഫ് തീരുമാനിക്കപ്പെടുന്നത് വേക്കൻസി നോക്കിയിട്ട് മാത്രമാണ്. അങ്ങനെ മാത്രമല്ല, നമ്മുടെ വേക്കൻസി ഒരു ഫാക്ടറാണ്. ഇപ്പോൾ ഓരോ സ്റ്റേറ്റിലും ഓരോ കട്ട് ഓഫ് വരാനുള്ള റീസൺ അവിടുത്തെ വേക്കൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേക്കൻസി മാത്രമല്ല പക്ഷേ കട്ട് ഓഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ. വേക്കൻസി ഒരു ഫാക്ടറാണ്. ഓക്കെ, സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫ് ആയിരിക്കും നമുക്ക് വരിക. നമ്മൾ ഏത് സ്റ്റേറ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ സ്റ്റേറ്റിലെ കട്ട് ഓഫ് ക്ലിയർ ചെയ്തെങ്കിൽ, പ്രിലിംസിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മെയിൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഴുതാനായിട്ട് പറ്റുള്ളൂ. ദെൻ എക്സാം ലെവൽ നോർമലൈസേഷൻ, അതായത് നമുക്ക് എക്സാം ലെവൽ അറിയാലോ, എക്സാമിന്റെ ലെവൽ ഈസി ആയിരുന്നോ, എക്സാമിന്റെ ലെവൽ ടഫ് ആയിരുന്നോ, അതും കട്ട് ഓഫിനെ ബാധിക്കും അല്ലേ? ഇപ്പോൾ ഒത്തിരി ടഫ് ഷിഫ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അവിടെ എന്തുണ്ടായിരിക്കും, നോർമലൈസേഷൻ ഉണ്ടായിരിക്കും.
ഓക്കെ, ദെൻ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയറിംഗ് ഫോർ ദി എക്സാം, എത്ര പേര് എക്സാം എഴുതുന്നുണ്ട്, ഇതും കട്ട് ഓഫ് തീരുമാനിക്കപ്പെടുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. സോ ഈ 3 കാര്യങ്ങളും കട്ട് ഓഫിനെ അല്ലെങ്കിൽ കട്ട് ഓഫ് എങ്ങനെയായിരിക്കും, എത്രയായിരിക്കും എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ 3 കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, യെസ്. അല്ലാതെ വേക്കൻസി മാത്രമല്ല, വേക്കൻസി ഒരു ഫാക്ടർ ആണെന്നേ ഉള്ളൂ. നമ്മൾ എത്ര പേര് എക്സാം എഴുതുന്നുണ്ട്, എക്സാമിന്റെ ലെവൽ എങ്ങനെയാണ്, ഈ വക കാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കും എന്ത് തീരുമാനിക്കപ്പെടുക, കട്ട് ഓഫ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. കഴിഞ്ഞ ഒരു 6 വർഷത്തെ കട്ട് ഓഫും വേക്കൻസിയും എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് നോക്കിയാലോ. ഇവിടെ കഴിഞ്ഞ വർഷം വരുന്ന ഏറ്റവും കൂടുതൽ വേക്കൻസിയിൽ അല്ലെ നമ്മുടെ കേരളത്തിന് 426 വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പ്രിലിംസ് 100 മാർക്കിനാണ്. 100 മാർക്കിന് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 64 ആയിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ ഞാൻ ഈ ഹയസ്റ്റ് കട്ട് ഓഫ്, നമ്മൾ പറഞ്ഞു എല്ലാ സ്റ്റേറ്റിലും ഡിഫറൻ്റ് ആയിരുന്നു കട്ട് ഓഫ് അല്ലെ, സ്റ്റേറ്റ് വൈസ് വേക്കൻസി ആയതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേറ്റിലും ഡിഫറൻ്റ് ആയിരുന്നു കട്ട് ഓഫ്. എല്ലാ സ്റ്റേറ്റിലൂടെ നോക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് കഴിഞ്ഞ വർഷം വന്നത് 72. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് നമുക്കിപ്പോൾ അറിയാവുന്നത് വെച്ചിട്ട് ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് വന്നത് എത്രയാ, 72 ഓക്കെ, ഇതെല്ലാം ഈ കോളത്തിൽ കൊടുത്തിരിക്കുന്നതെല്ലാം ആ വർഷം വന്ന ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് ഏതോ സ്റ്റേറ്റിലാണ്. ഇത് നമ്മുടെ കേരളത്തിന്റെ കട്ട് ഓഫ്. ഓക്കെ, ഇനി 2023 വേക്കൻസി തീരെ കുറവായിരുന്നു, 47 വേക്കൻസി ഉള്ളായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, 47 വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. ആ കൊല്ലത്തെ നമ്മളുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 76.25 ആയിരുന്നു, 76.25. ഇവിടെ ആ കൊല്ലം ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് വന്നത് 80. ഓക്കെ, ഇനി നോക്കിക്കേ, 2022 നമുക്ക് 270 ആയിരുന്നു വേക്കൻസി. ആ കൊല്ലം നമ്മളുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 68 ആയിരുന്നു. അപ്പോൾ ആ കൊല്ലത്തെ ഹയസ്റ്റ് കട്ട് ഓഫ്, വേറെ ഏതോ സ്റ്റേറ്റിലെ ഹയസ്റ്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 82.75 ആയിരുന്നു. 2021 97 വേക്കൻസി ഉള്ളപ്പോൾ നമ്മളുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 69 ആയിരുന്നു. ആ കൊല്ലം ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് വന്നത് 82 ആണ്. 2020 നോക്കിക്കേ, 394 വേക്കൻസി ഉണ്ടായിരുന്നു. ആ കൊല്ലത്തെ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് കേരളത്തിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 69.75. ആ കൊല്ലത്തെ ഹയസ്റ്റ് കട്ട് ഓഫ് 77.5 ആയിരുന്നു. 2019 നോക്കിയാലോ, 247 വേക്കൻസി ഉണ്ട്. ആ കൊല്ലത്തെ കട്ട് ഓഫ് 78 ആയിരുന്നു. ആ കൊല്ലത്തെ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് 81 ആയിരുന്നു, 81.75. നിങ്ങൾ ഈ ഒരു ട്രെൻഡ് ഒന്ന് നോക്കിക്കേ. നമ്മളിപ്പോൾ വേക്കൻസി മാത്രം ഒരു ഫാക്ടർ അല്ല. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 47 ആയിരുന്നു വേക്കൻസി, അവിടെ 76.25 അല്ലെ. എനിക്ക് തോന്നുന്നു ആ കൊല്ലമാണ് അതിനുശേഷം 2019 78 കട്ട് ഓഫ് വന്നിട്ടുണ്ട്. നമ്മളൊരു പുറകോട്ടുള്ള വർഷം നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഇത്രയും വേക്കൻസി ഉണ്ടായിരുന്നു അല്ലെ. അന്ന് 64 ആയിരുന്നു കട്ട് ഓഫ്. അത്യാവശ്യം എക്സാമും ലെവൽ അത്ര വലിയ പാടുള്ള എക്സാം ഒന്നും ആയിരുന്നില്ല, അത്യാവശ്യം ഈസി ആയിരുന്നു. ചില ഷിഫ്റ്റ് മാത്രമായിരുന്നു ഒരു മോഡറേറ്റ് ഷിഫ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുക. 64 ആയിരുന്നു. ജനറൽ കാറ്റഗറിയുടെ ആണ് ഞാൻ ഈ കട്ട് ഓഫ് പറയുന്നത്. ബാക്കി OBC ആണെങ്കിലും അല്ലെങ്കിൽ EWS ആണെങ്കിലും ഒക്കെ ഇച്ചിരി കൂടെ കുറവ് വരും. അപ്പോൾ ഏറ്റവും ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് ആണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് കേരള വന്നത് 78 ആണ്. അത് 2019 അന്ന് 247 ആയിരുന്നു വേക്കൻസി. നമ്മൾ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് നോക്കുമ്പോൾ, എല്ലാ വർഷത്തെയും ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് നമ്മൾ നോക്കുമ്പോൾ 82.75 ആണ് ഏറ്റവും ഹയസ്റ്റ് വന്നത്. അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല അല്ലെ, അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. കഴിഞ്ഞ 6 വർഷം നമ്മൾ നോക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് പോയിട്ടേ ഇല്ല അല്ലെ. നോക്കിക്കേ, അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു റേഞ്ച് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് സേഫ് അറ്റംപ്റ്റ് എത്രയാണ്. ഇപ്പം ഇത് വെച്ചിട്ട് നമ്മൾ ഹയസ്റ്റ് കട്ട് ഓഫ് വെച്ചിട്ട് പറഞ്ഞാൽ സേഫ് അറ്റംപ്റ്റ് നമുക്കൊരു 80 പറയാം. എന്തായാലും നമ്മുടെ കേരളത്തിലെ കട്ട് ഓഫ് ഈ വർഷവും അത്രയും ഹൈ, അതായത് എന്തായാലും 64 മുകളിൽ പോകുമായിരിക്കും. പക്ഷെ നമുക്കതിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എക്സാം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ആ എക്സാമിൻ്റെ ലെവലും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഒരു സേഫ് അറ്റംപ്റ്റ് എന്നോട് ചോദിച്ചാൽ ഹയസ്റ്റ് കട്ട് ഓഫ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് വന്നത് 82 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സേഫ് അറ്റംപ്റ്റ് നമുക്ക് എത്ര പറയാം, 80 പറയാം. ഓക്കെ, ഇത് പ്രിലിംസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളുടെ ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ്. ഇതേപോലെ തന്നെ ഒരുപാട് എക്സ് സർവീസ് ആസ്പിറൻസ് ഉണ്ട്. നമുക്ക് ഒരുപാട് എക്സ് സർവീസുകാർ എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ അവരുടെ കട്ട് ഓഫ് അനാലിസിസ് നമുക്കൊന്ന് നോക്കിയാലോ. കഴിഞ്ഞ പ്രാവശ്യം നല്ല വേക്കൻസി ഉണ്ടായിരുന്നു, 42 വേക്കൻസി.
നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 46 ഉണ്ടായിരുന്നുള്ളൂ. എക്സ് സർവീസുകാരുടെ കട്ട് ഓഫ് 46 അല്ലെ. 2023 തീരെ വേക്കൻസി കുറവായിരുന്നു, 4 വേക്കൻസി ഉള്ളായിരുന്നു. അന്ന് നമ്മളുടെ കട്ട് ഓഫ് പോയത് 59. 2022 27 വേക്കൻസി ഉണ്ടായിരുന്ന സമയത്ത് നമ്മളുടെ കട്ട് ഓഫ് 45 ആയിരുന്നു. 2021 9 വേക്കൻസി ഉള്ളപ്പം 56 ആയിരുന്നു കട്ട് ഓഫ്. ദെൻ 2020 39 വേക്കൻസി ഉള്ളപ്പം 44. അപ്പൊ നമ്മളുടെ കട്ട് ഓഫ് ഒന്ന് നോക്കിക്കേ. അതായത് എക്സ് സർവീസിന്റെ കട്ട് ഓഫ് ഒന്ന് നോക്കിക്കേ. ഇവിടെ മാക്സിമം വന്നത് എത്രയാണ്? 59 ആണ് 2023. സോ ഒരു സേഫ് അറ്റംപ്റ്റ് ചോദിച്ചാൽ നമുക്കൊരു 60 പറയാം അല്ലെ. ഇപ്പം സേഫ് അറ്റംപ്റ്റ് എത്ര വേണം? ഒരു എക്സ് സർവീസുകാർ എത്ര അറ്റംപ്റ്റ് ചെയ്യണം? ഒരു സേഫ് അറ്റംപ്റ്റ് 100% ആക്യുറസിയോട് കൂടിയിട്ട് ചെയ്താൽ നമുക്കൊരു 60 പറയാം അല്ലെ. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ വേക്കൻസിയും കൂടെ അത്രയും ഉള്ളത് കൊണ്ടാണ് 42 ആയത്. പക്ഷെ ഇവിടെ 4, ഇവിടെ പക്ഷെ തീരെ വേക്കൻസി കുറവായിരുന്നു. ഇപ്രാവശ്യം അത്രയല്ല, നമുക്ക് കുറച്ചും കൂടെ ഉണ്ട് 2026. ബട്ട് അത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് പോലും 59 കട്ട് ഓഫ് വന്നുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഒരു സേഫ് അറ്റംപ്റ്റ് എക്സ് സർവീസുകാരുടെ SBI ക്ലർക്കിന് വേണ്ടിയിട്ടുള്ള പ്രിലിംസിന് ചോദിച്ചാൽ അത് നമുക്കൊരു 60 പറയാം. ഇതിപ്പോൾ പറഞ്ഞത് രണ്ടും പ്രിലിംസിൻ്റെ ആണ്. ഇതേപോലെ തന്നെ മെയിൻസിന്റെ കട്ട് ഓഫ് നമുക്കൊന്ന് നോക്കിയാലോ. മെയിൻസിന് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം 426 വേക്കൻസി ഉള്ളിടത്ത് നമ്മുടെ പ്രിലിംസിന്റെ കട്ട് ഓഫ് 64 ആയിരുന്നെങ്കിൽ ഔട്ട് ഓഫ് ഇത് എത്രയാ നമുക്ക് പറയാൻ പറ്റുക? 84.25 ആയിരുന്നു. 84.25. ഓക്കെ. അപ്പൊ അവിടുത്തെ ഹയസ്റ്റ് കട്ട് ഓഫ്, ആ വർഷത്തെ ഹയസ്റ്റ് മെയിൻസിന്റെ കട്ട് ഓഫ് 90.75. ആ വർഷത്തെ ഹയസ്റ്റ് മെയിൻസിന്റെ കട്ട് ഓഫ്. ഇനി 2023 47 വേക്കൻസി ഉള്ള സമയത്ത് നമ്മുടെ മെയിൻസിന്റെ കട്ട് ഓഫ് 82.75. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ രണ്ടും തമ്മിലുള്ള ഒരു വേക്കൻസി നോക്കിക്കേ. ഇവിടെ 47ഉം ഇവിടെ 426ഉം. അപ്പൊ ആ വേക്കൻസി മാത്രമല്ല നമ്മളുടെ കട്ട് ഓഫ് നിശ്ചയിക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിനേക്കാൾ കൂടുതലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ നമ്പർ ഓഫ് ആസ്പിറൻസ് എത്രത്തോളം എഴുതുന്നുണ്ട്, നമ്മുടെ എക്സാമിന്റെ ലെവല്, ഇതെല്ലാം മാറ്റർ ആണ്. ഓക്കെ. സോ ആ ഒരു വേക്കൻസി മാത്രം വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? കട്ട് ഓഫിനെ അനലൈസ് ചെയ്യരുത്. ഇനിയോ 2022 270 വേക്കൻസി ഉള്ളപ്പം 78 ആണ് മെയിൻസിന്റെ കട്ട് ഓഫ് വന്നത്. ദെൻ 2021 97 വേക്കൻസി ഉള്ളപ്പോൾ 95 ആണ് കട്ട് ഓഫ് പോയത്. 2020 394 വേക്കൻസി ഉള്ളപ്പം 69 ആണ്. ജനറൽ കാറ്റഗറിയുടെയാണ് ഈ പറയുന്നത്. 2019 247 വേക്കൻസി ഉള്ളപ്പോൾ 96.25. ഇത്രയുമാണ്. ഇത് നമ്മളുടെ കേരളത്തിലെ കട്ട് ഓഫാണ്. നമ്മൾ ഈ കഴിഞ്ഞ ഇത്രയും വർഷത്തെ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് നോക്കിക്കേ. ഇപ്പം 2024 ആണെങ്കിൽ 90.75, 2023 ആണെങ്കിൽ 86.50, ദെൻ 2022 ആണെങ്കിൽ 85, 2021 ആണെങ്കിൽ 95.5, 2020 ആണെങ്കിൽ 98.75, 2019 ആണെങ്കിൽ 103.25. അതായത് ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് വന്നത് 2019 അന്ന് എത്രയാണ്? 103.25 ആണ് നമുക്ക് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് കഴിഞ്ഞ പ്രീവിയസ് ഇയറിലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയാ വന്നിട്ടുള്ളത്? 103.25 ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്കൊരു സേഫ് അറ്റംപ്റ്റ്, നിങ്ങളിപ്പം മെയിൻസിന്റെ ഒക്കെ മോക്കൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര അറ്റംപ്റ്റ് വേണ്ടി വരും, അല്ലെങ്കിൽ എനിക്ക് എത്ര മാർക്ക് വേണ്ടി വരും? ഒരു സേഫ് അറ്റംപ്റ്റ് ചോദിച്ചാൽ നമുക്കൊരു 100 പറയാം അല്ലെ. 2019 മാത്രമാണ് 103 വന്നത്. വേറെ ഒരു വർഷവും 100 എബോ കട്ട് ഓഫ് പോയിട്ടില്ല, 100 താഴെയാണ്. അപ്പോൾ ഒരു സേഫ് അറ്റംപ്റ്റ് പറഞ്ഞാൽ എത്ര നോക്കിയാൽ മതി? 100 നോക്കിയാൽ മതി മെയിൻസിന്റെ കാര്യത്തിൽ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ട് എന്ന് കരുതുന്നു. ഓക്കെ. ദെൻ അതേപോലെ തന്നെ എക്സ് സർവീസുകാരുടെ മെയിൻസിന്റെ കട്ട് ഓഫ് ഒന്ന് നോക്കിയാലോ. കഴിഞ്ഞ വർഷം 42 വേക്കൻസി ആയിരുന്നു, കട്ട് ഓഫ് 60 ആണ്. പ്രിലിംസിന്റെയും മെയിൻസിന്റെയും കട്ട് ഓഫ് എത്രയാ? നമുക്ക് പ്രിലിംസിന്റെ കട്ട് ഓഫ് 60 അല്ലായിരുന്നു, 46 ആയിരുന്നു. ഞാൻ സേഫ് അറ്റംപ്റ്റ് ആയിരുന്നു 60 പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. മെയിൻസിന് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് 60 ആയിരുന്നു എക്സ് സർവീസുകാരുടെ. 2023 4 വേക്കൻസി ഉള്ളപ്പം 60 ആണ് മെയിൻസിന്റെ കട്ട് ഓഫ് വന്നത്. നിങ്ങൾ നോക്കിക്കേ, 42 വേക്കൻസി ഉള്ളപ്പോഴും 4 വേക്കൻസി ഉള്ളപ്പോഴും കട്ട് ഓഫ് സെയിം ആ വന്നേ. അപ്പൊ വേക്കൻസി അല്ല, വേക്കൻസി ഒരു ഫാക്ടർ ആണെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചോണം. 27 വേക്കൻസി ഉള്ളപ്പോൾ 2022 27 വേക്കൻസി ഉള്ളപ്പം 50 ആണ് കട്ട് ഓഫ് വന്നത്. 2021 9 വേക്കൻസി ഉള്ളപ്പോൾ 64 ആണ് കട്ട് ഓഫ് വന്നത്. 2020 39 വേക്കൻസി ഉള്ളപ്പോൾ 60 ആണ് കട്ട് ഓഫ് വന്നത്.
അപ്പോൾ ഒന്ന് നോക്കിക്കേ, നമ്മുടെ ഈ ഇത്രയും, അതായത് എക്സ് സർവീസുകാരുടെ ഫുള്ളി നമ്മൾ കട്ട് ഓഫ് ഇത്രയും വർഷത്തെ നോക്കുമ്പോൾ മാക്സിമം വന്നത് എത്രയാണ്? 64 മാക്സിമം വന്നത്, അല്ലേ? സോ ഒരു സേഫ് അറ്റംപ്റ്റ് നമുക്കൊരു 65 പറയാം, അല്ലെ? ഒരു സേഫ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് 65 നമുക്ക് പറയാം. 65 ടു നമുക്കൊരു ഇൻ ബിറ്റ്വീൻ. പിന്നെ എക്സാമിന്റെ ലെവല് മാറ്റർ ആണ്, അതായത് എത്രയായിരുന്നു, അല്ലെ നല്ല ലെവലായിരുന്നോ ക്വസ്റ്റ്യൻ, അത് ഈസി ആയിരുന്നോ ക്വസ്റ്റ്യൻ, അപ്പോൾ അതെല്ലാം ഇതിൻ്റെ അകത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം കട്ട് ഓഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പം അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. ഒരു ജനറൽ കാറ്റഗറിയിൽ പെടുന്ന, അല്ലെങ്കിൽ ഒരു ജനറൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രിലിംസിന് ഒരു സേഫ് അറ്റംപ്റ്റ് 80യും മെയിൻസിന് ഒരു 100ഉം പറയാം. എക്സ് സർവീസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിലിംസിന് എത്ര പറയാം? പ്രിലിംസിന് മാക്സിമം വന്നത് നമ്മളവിടെ സേഫ് അറ്റംപ്റ്റ് 60 ആണ് പറഞ്ഞത്. മെയിൻസിനും ഓൾമോസ്റ്റ് ഒരു 65 റേഞ്ച് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ സോ ഇപ്പോൾ കട്ട് ഓഫിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. കഴിഞ്ഞ ഇത്രയും വർഷത്തെ കട്ട് ഓഫിൻ്റെ ഒരു ഡീറ്റെയിൽസ് മനസ്സിലായപ്പോൾ എങ്ങനെയാണ് കട്ട് ഓഫ് വരുന്നതെന്നുള്ളൊരു ബേസ് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ വർഷത്തെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞു, നമുക്ക് ഈ വർഷം 247 വേക്കൻസി ആണ് ഉള്ളത്. സോ നന്നായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. ഇനിയുള്ള വീക്കാണെങ്കിലും നമുക്ക് ഓൾറെഡി മാരത്തോൺ സെഷൻസ് വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി SBI ക്ലർക്കിന് വേണ്ടിയിട്ട് റീസണിങ്ങിൻ്റെ സെപ്പറേറ്റ് ഒരു മാരത്തോൺ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വീക്ക് നമുക്ക് SBI ക്ലർക്കിന് വേണ്ടിയിട്ട് 3 സബ്ജക്റ്റിൻ്റെ മാരത്തോൺ ഉണ്ടായിരിക്കും. സോ നമ്മൾ പഠിച്ചതൊക്കെ നന്നായിട്ട് റിവൈസ് ചെയ്യുക ഈ 2 വീക്ക്. അതായത് ഈ വീക്കിലും എക്സാം വരുന്നവരുണ്ട്, നെക്സ്റ്റ് വീക്കിലും എക്സാം വരുന്നവരുണ്ട്. അതായത് 20, 21, 27, 28 ആണല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, എക്സാം എഴുതുക. നമ്മൾ ഇത്രയും വരെ എത്തിയതാണ്, നല്ല ഹാർഡ് വർക്ക് ചെയ്ത് എത്തിയതാണ്. സോ അത് നമ്മൾ ടെൻഷൻ അടിച്ച് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല. നമ്മൾ എക്സാമിന് പോയി നമ്മൾ വെപ്രാളം പിടിച്ച് തെറ്റിക്കാനൊന്നും പാടില്ല. സോ സമാധാനമായിട്ടിരിക്കുക, മോക്കൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സെഷൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പുതിയ കാര്യങ്ങൾ പഠിക്കാതെ പഠിച്ചത് നന്നായിട്ട് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി ഈ കൂട്ടത്തിൽ ഇപ്പം ഇത് കാണുന്ന ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ട്. എനിക്ക് അടുത്ത RRBക്ക് നന്നായിട്ട് എഴുതണം, പക്ഷെ എനിക്ക് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്ന് എനിക്ക് അറിയില്ല, എനിക്ക് ബിഗിനറാണ്, ബേസ് മുതൽ പഠിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഓൺലൈൻ ബാച്ചാണ് നമ്മളുടെ RRB PO ആൻഡ് ക്ലർക്ക് ബാച്ച് 2.0. ഏറ്റവും ബേസ് മുതലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ക്ലാസ്സസ് എടുക്കാം. അപ്പോൾ RRBക്ക് വേണ്ടിയിട്ട് ഫ്രം ബേസ് മുതൽ പഠിച്ച് 0 to ഹീറോ ആകണമെങ്കിൽ ഓൺലൈനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ നമ്മുടെ RRB PO ആൻഡ് ക്ലർക്ക് ബാച്ച് 2.0 ജോയിൻ ചെയ്യാം. ദെൻ ഇനി നിങ്ങൾക്ക് ബേസ് ഒക്കെ ഉണ്ട്, മെയിൻസ് ആണ് നിങ്ങളുടെ പ്രശ്നം. ഇനി ഒരുപാട് മെയിൻസ് വരാനുണ്ട്, അല്ലേ? നമുക്കിനിയും SBI POയുടെ മെയിൻസ് ആണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി നമുക്ക് SBI ക്ലർക്ക് മെയിൻസ് ഉണ്ട്, IBPS ക്ലർക്ക്, IBPS PO, RRB PO, RRB ക്ലർക്ക്. മെയിൻസ് ആണ് നിങ്ങളുടെ ബുദ്ധിമുട്ട്. പ്രിലിംസ് നിങ്ങൾക്ക് ഓക്കെയാണ്, മെയിൻസ് ആണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക, മെയിൻസ് ബൂസ്റ്റർ ബാച്ച് 2.0. ഓക്കെ, ഇനി ഓഫ്ലൈൻ ആയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ബാച്ചിൽ, അതായത് നമ്മുടെ സൈലം ബാങ്കിങ്ങിൻ്റെ ഓഫ്ലൈൻ ബാച്ച് വരുന്നത് വെസ്റ്റ് ഹിൽ കോഴിക്കോട് ക്യാമ്പസിലാണ്, കോഴിക്കോട് വെസ്റ്റ് ഹിൽ ക്യാമ്പസിലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ്ലൈൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.